ജയിൽ DIG വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസ്. പണം വാങ്ങി തടവുകാർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ വിനോദ് കുമാർ ചെയ്തു കൊടുത്തുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിനുള്ള തെളിവുകളും വിജിലൻസിന് കിട്ടി. MG പ്രതീക്ഷ വാർത്തകളും ചേർന്നു. പ്രതീക്ഷ ഏത് രീതിയിൽ പണം വാങ്ങുന്നു, ആരോടൊക്കെ പണം വാങ്ങുന്നു, എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്ന കൃത്യം രേഖാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ നടപടി? പ്രതീക്ഷ ഹാഷ്മി, തീർച്ചയായും ജയിൽ DIG വിനോദ് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത്. പല ക്രമക്കേടുകൾക്കും ചട്ടവിരുദ്ധമായ നടപടികൾക്കും തെളിവുകൾ ലഭിച്ചു. അങ്ങനെയാണ് വിജിലൻസ് ഉന്നത ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ നിരീക്ഷണത്തിലായിരുന്നു ഉദ്യോഗസ്ഥൻ. ഇന്റലിജൻസിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തടവുകാർക്ക് പരോൾ നൽകുന്നതിന് പണം വാങ്ങി എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗൂഗിൾ പേ വഴി 1.8 ലക്ഷം രൂപ വാങ്ങിയതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും ഒപ്പം സുഹൃത്തുക്കളിൽ നിന്നുമാണ് ഈ ഉദ്യോഗസ്ഥൻ പണം വാങ്ങുന്നത്. ഈ പണം വാങ്ങുന്നതിന് പ്രത്യേക ഏജന്റുമാരുൾപ്പെടെ പ്രവർത്തിച്ചിരുന്നു എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ജയിലിലെ തന്നെ ഒരു വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഇതിന്റെ ഏജന്റായി പ്രവർത്തിച്ചിരുന്നുവെന്ന അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയിൽ DIG വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ നിർണായകമായ ഭരണ ചുമതല വരെ ഉള്ള ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ വിജിലൻസ് നൽകും. ആഭ്യന്തര വകുപ്പിനായിരിക്കും ഇത്തരത്തിലൊരു ശുപാർശ നൽകുന്നത്. നിലവിൽ ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ആരൊക്കെ പണം നൽകി, ഏതൊക്കെ തരത്തിലുള്ള ക്രമക്കേടുകൾ അഴിമതി നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടത്തും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂജപ്പുര ഹാഷ്മി, DIG കുറെ പൈസ ഉണ്ടാക്കിയോ? ഹാഷ്മി, തീർച്ചയായും. കാരണം ഈ നേരത്തെ ഉൾപ്പെടെ ഈ ജയിലിൽ തടവുകാർക്ക് വലിയ സൗകര്യങ്ങൾ ലഭിക്കുന്നു, പരോളുകൾ ഇഷ്ടം പോലെ ലഭിക്കുന്നു എന്നടക്കമുള്ള പല ആരോപണങ്ങളും ഉണ്ടായതാണ്. ഇപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി മാറി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വന്നത്. ഈ കുറേ നാളുകളായി ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പണം തട്ടുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഇന്റലിജൻസിനുമുള്ളത്. ഇദ്ദേഹം നേരത്തെയും സമാനമായ കുറ്റകൃത്യങ്ങളിൽ അച്ചടക്ക നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ്. 2 തവണ സസ്പെൻഷൻ നടപടി ഉൾപ്പെടെ നേരിട്ട ഉദ്യോഗസ്ഥനാണ് എന്നതാണ് ഇദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു പണം അല്ലെങ്കിൽ ഈ ഒരു കൈക്കൂലി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കുറേ നാളുകളായി ഇത്തരത്തിൽ പണം തട്ടുന്നു എന്നതാണ് പ്രാഥമികമായി തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ പങ്ക് പറ്റിയ മറ്റാരെങ്കിലും ഉണ്ടോ, ആരൊക്കെയാണ് പണം നൽകിയത്, ഇതിന്റെ ഗുണഭോക്താക്കൾ ആര് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഷ്മി, എന്തായാലും 1.80 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ഇപ്പോൾ GPayയിലെ കണ്ടെത്തൽ. അപ്പോൾ അയാളുടെ ഗൂഗിൾ പേയിൽ കൂടുതൽ അത്രയും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കി എവിടുന്നൊക്കെ ഏതൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തണം. എന്തായാലും ഈ പറയുന്ന രീതിയിൽ ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് കൊടുത്താൽ അകത്ത് കിടക്കുന്ന തടവുകാരൻ ബന്ധുവല്ലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്യാവശ്യമുള്ള ചായയോ വേറെ എന്തെങ്കിലും പലഹാരങ്ങളോ കൂടുതലായി കൊടുക്കാനൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ട ഉള്ള സഹായം കൃത്യമായി ചെയ്തു കൊടുക്കും. അക്കാര്യത്തിൽ കള്ളത്തരവില്ല. കൈക്കൂലി വാങ്ങാൻ അകത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, പരോളൊക്കെ ചെയ്തു കൊടുക്കും. അതിനാണ് നടപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.